ഹായ് ഗായ്സ്, നമ്മൾ അന്നൊരു അൺഎക്സ്പെക്റ്റഡ് ട്രിപ്പ് പോയില്ലായിരുന്നോ? അതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആക്ച്വലി ഞങ്ങൾ മൂന്നാർക്ക് പോകാനായിരുന്നു പ്ലാൻ. ബട്ട് ഇതൊരു സീസൺ ടൈം ആയതുകൊണ്ട് തന്നെ മൂന്നാർക്ക് അത്യാവശ്യം ക്രൗഡ് ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ പോകുന്ന വഴിക്ക് നല്ല ട്രാഫിക് ബ്ലോക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പ്ലാൻ അങ്ങോട്ട് മാറ്റി. നമുക്കൊരു സ്റ്റേക്കേഷൻ അറേഞ്ച് ചെയ്യാനായി ഞങ്ങളുടെ നെക്സ്റ്റ് പ്ലാൻ. അങ്ങനെയാണ് ഞങ്ങൾ റിസോർട്ട് തപ്പുന്നത്. ഈ ഒരു സീസൺ ടൈമിൽ റിസോർട്ട് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ക്രൗഡ് ഉള്ളത് കൊണ്ട് തന്നെ എല്ലാ റിസോർട്ടും ബുക്ക്ഡ് ആണ് കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾ ഗ്രീൻ മിസ്റ്റിക് റിസോർട്ടിലേക്ക് എത്തുന്നത്. ഈ ഗ്രീൻ മിസ്റ്റിക് റിസോർട്ടിൻ്റെ ഒരു ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ അത് പേര് പോലെ തന്നെ ഭയങ്കര ഗ്രീനിഷാണ് കേട്ടോ. അതുപോലെ കുറച്ച് ഹിൽ ടോപ്പിലായിട്ടാണ് നമ്മുടെ വില്ല ഉണ്ടായിരുന്നത്. നേച്ചർ ലവേഴ്സിനൊക്കെ പറ്റിയൊരു ലൊക്കേഷൻ തന്നെയാണ് കേട്ടോ ഇത്. എനിക്ക് നന്നായി ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബാൽക്കണിയാണ്. ഒരു ചായയൊക്കെ കുടിച്ച് തണുപ്പൊക്കെ എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് നേരം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ബാൽക്കണിയാണ് ഇത്. ഞങ്ങൾ ചെക്ക് ഇൻ ചെയ്ത ഉടനെ തന്നെ കുളിച്ച് ഫ്രഷായി ഒന്ന് കിടന്നുറങ്ങി. ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ രണ്ടാളും നേരത്തെ പറഞ്ഞ പോലെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ കുടിച്ച് നമ്മുടെ ഹൈലൈറ്റ് ആയിട്ടുള്ള ബാൽക്കണിയും എക്സ്പ്ലോർ ചെയ്ത് ഞങ്ങളുടേതായിട്ടുള്ള ഒരു കുട്ടി ടൈം സ്പെൻഡ് ചെയ്തു. ഈവനിങ് ആകുമ്പോൾ കിട്ടുന്ന ആ ഒരു തണുപ്പും ചൂടൻ ചായയും ഒക്കെ ആയിട്ട് ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഈവനിങ് ടൈം സ്പെൻഡ് ചെയ്തു. ആക്ച്വലി കുറേ സ്ട്രെസ്ഫുൾ ഡേയ്സിന് ശേഷം ഞങ്ങൾ രണ്ടാളും ഭയങ്കരമായിട്ട് റിലാക്സ് ചെയ്ത കുറച്ച് മൊമെൻറ്റ്സ് ആയിരുന്നു ഇതൊക്കെ. then ഞങ്ങൾ വിചാരിച്ചു നമുക്ക് ഇവിടുത്തെ ഡിന്നർ ക്യാൻസൽ ചെയ്തിട്ട് പുറത്തുനിന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന്. അപ്പോഴാണ് ഞങ്ങളിവിടുത്തെ പൂളൊന്ന് ശ്രദ്ധിക്കുന്നത്. പൂളിൻ്റെ നൈറ്റ് വ്യൂ അടിപൊളിയാണല്ലേ. കുറച്ച് നേരം ഞങ്ങളതൊക്കെ ഇങ്ങനെ നോക്കി നിന്നു. ദെൻ ഞങ്ങൾ പുറത്തേക്കൊന്ന് ഇറങ്ങി. ആദ്യം പോയത് ഇക്കയുടെ ഒരു കസിൻ്റെ ഷോപ്പിലേക്കാണ്. അവിടെ നിന്ന് അവനെയും പിക്ക് ചെയ്ത് നല്ല ഫുഡ് കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ മൂന്നാളും കൂടെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ എനിക്കൊരു കപ്പലണ്ടി മുട്ടായി വാങ്ങിയിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോയി. എഗെയിൻ നല്ല റൊമാൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സോങ്സൊക്കെ വെച്ച് ഞങ്ങൾ ബാൽക്കണിയിലിരുന്ന് ആ ഒരു ടൈമൊക്കെ നന്നായി സ്പെൻഡ് ചെയ്തു. ബാക്കി വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോസിൽ കാണാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.